ഉല്ലാസ് കോവൂർ ശരിയാണ്, മാനേജ്മെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു പരാജയപ്പെട്ടു, സംശയമില്ല. KCBക്കും അതുപോലെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരുടെ വൈദ്യുതി ലൈനാണ്. വൈദ്യുതി ലൈനിൽ കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു എന്ന് KCB തന്നെ ഇന്ന് അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയാണ്. എന്നിട്ടാണ് ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ വേണ്ട ഉയരത്തിനേക്കാൾ താഴ്ന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഊഞ്ഞാല് പോലെ വൈദ്യുതി പ്രവഹിക്കുന്ന ലൈൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം സ്കൂൾ മാനേജ്മെന്റിന്റെ തലയിൽ വിടാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഈ ദുരന്ത മുഖത്ത് വന്ന് ഇതിനെ സങ്കുചിതമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ആരുമില്ല. ഇതൊരു പാർട്ടി സ്കൂളാണ്. ഒരു ഫിറ്റ്നസിൻ്റെ ഒരു സാങ്കേതികത്വമോ ഭൗതിക സാഹചര്യത്തിൻ്റെ സാങ്കേതികത്വമോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. മനുഷ്യത്വപരമായി ഒരു മരണം നമ്മുടെ മുന്നിൽ വീണ് ഒരു സിസ്റ്റത്തിൻ്റെ ഫെയില്യൂറാണെന്ന് സിസ്റ്റത്തിൻ്റെ ടോപ്പ് തന്നെ പറയുന്നു. ആ സാഹചര്യത്തിൽ ഒരു മന്ത്രി വന്ന് പറയുകയാണ് ഈ കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിൽ. എത്രമാത്രം വേദനയോടെയാണ് ആ കുടുംബം ഇരിക്കുന്നത്. ഇത് മാനേജ്മെൻറ്റിൻ്റെ കുറ്റമല്ല, KCBയുടെ കുറ്റമല്ല, ഇത് ഈ കുട്ടിയുടെ കുറ്റമാണ്. കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പൊന്നു മകൻ അവൻ്റെ ചെരുപ്പെടുക്കാനല്ല ആ ഉയരത്തിലേക്ക് കയറിയത് പ്രിയപ്പെട്ട അഭിലാഷ്. ആ കുഞ്ഞു മകൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ സഹായിക്കാൻ വേണ്ടി പോയ മിടുക്കനും സഹവർത്തിത്വമുള്ള സാഹോദര്യമുള്ള ഒരു മിടുക്കനായ ഫുട്ബോൾ പ്രതിഭ കൂടിയായിരുന്ന ഒരു കുഞ്ഞു മിടുക്കനെയാണ് നമുക്ക് നഷ്ടമായത്. ഇവിടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു വളരെ നിരാലംബരമായ ഒരവസ്ഥയാണ്. സത്യത്തിൽ ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കം ശ്രീ ഷിബു ബേബിച്ചടക്കം ഞങ്ങളെല്ലാവരും ആ കുടുംബത്തോടൊപ്പം ഇന്ന് മുഴുവൻ ഒപ്പം നിന്നവരാ. ഞങ്ങളിപ്പോഴും ആ കുടുംബത്തിലേക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നവരാ. അവിടെ വന്നൊരു മന്ത്രി വന്ന് പറയുകയാണ് ഇത് KCBയുടെ കുറ്റമല്ല. KCBയുടെ ഇപ്പോൾ ശ്രീ അഭിലാഷിൻ്റെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ KCB ഇവിടെ ഈ പഞ്ചായത്തിൽ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നവകേരള യാത്രയിൽ ഇവിടെ സമാനമായ ഒരു വിഷയമുണ്ടായി. ഈ സുരക്ഷിതത്വമല്ലാതെ വീടിൻ്റെ മുകളിൽ കൂടി പോകുന്ന ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി നവകേരള യാത്ര ഞങ്ങളെ സഹായിക്കണം, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ സാദിഖ് എന്ന് പറയുന്ന ഒരു ഗൃഹനാഥൻ ഇവിടെ കുന്നത്തൂരിൽ നവകേരള യാത്ര വന്നപ്പോൾ CMന് പരാതി കൊടുത്തു. റേഷനരി വാങ്ങിക്കാൻ നിർവാഹമില്ലാത്ത സാദിഖിന് വന്ന മറുപടി 40 ലക്ഷം രൂപ KCBയിൽ അടച്ചാൽ നിങ്ങളുടെ വീടിന് മുകളിൽ കൂടി പോകുന്ന ലൈൻ മാറ്റി സ്ഥാപിക്കാമെന്ന മറുപടിയാണ് കിട്ടിയത്. അത്തരം വിചിത്രമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത്. ഇവിടെ ഈ പറയപ്പെടുന്ന ഊഞ്ഞാല് പോലെ താഴ്ന്നാടിയ ഈ ലൈൻ മാറ്റണമെന്ന് അധ്യാപകർ പറഞ്ഞില്ലേ, പലതവണ പറഞ്ഞില്ലേ. ഇന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയുമായി ഈ HMനെ കാണാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ HMന് കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ HMൻ്റെ കാലത്ത് വാക്കാൽ ഇത് മാറ്റിക്കൊടുക്കാമെന്ന ധാരണയായിരുന്നു ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ HM പറയുന്നത്. ഈ വർഷാരംഭത്തിൽ തന്നെ താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിക് ലൈനുകൾ മറ്റേ സർക്കുലർ ഞങ്ങളുടെ കയ്യിലുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. അതെല്ലാം ഉയർത്തി സ്ഥാപിക്കണമെന്നും അപകടകരമായി പാസ് ചെയ്യുന്ന വൈദ്യുതി ലൈനുകൾ ഉയർത്തി സ്ഥാപിക്കണമെന്ന് കൃത്യമായി ഈ മാനുവലിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് KCB. ഇപ്പോൾ KCBയിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് KCBയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഏരിയയിലേക്ക് കടന്നു വന്ന് പ്രവർത്തിയെടുക്കണമെങ്കിൽ എസ്റ്റിമേറ്റ് വേണ്ടേ, അപേക്ഷ വേണ്ടേ? എസ്റ്റിമേറ്റോ അപേക്ഷയോ ഉണ്ടായിരുന്നല്ലോ യാഥാർത്ഥ്യമാണ് ഈ മാനേജ്മെൻറ്റ് മറച്ചു വെക്കുന്നത്. ഇവിടെ എസ്റ്റിമേറ്റും എടുത്തിട്ടില്ല, അപേക്ഷയും നൽകിയിട്ടില്ല, വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ KCBയിലെ അടക്കം ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളോട് അനൗദ്യോഗികമായി സ്വകാര്യമായി സംസാരിച്ചത് ഇത് കൃത്യമായി ഈ മാനേജ്മെൻറ്റിനും HMനും ഇവിടുത്തെ സ്കൂൾ അധികാരികൾക്കും അറിയാമായിരുന്നു, ഇത് അപകടം സൃഷ്ടിക്കും എന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പ് നടന്ന മീറ്റിങ്ങിൽ പോലും KCBയിൽ ചർച്ചയുണ്ടായി. അവിടെ നിരന്തരം ഫോഴ്സ് ചെയ്തു. നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വിഷയം അറിയാമല്ലോ. ഒരു വിഷയം ചൂണ്ടിക്കാണി, ഞങ്ങളൊക്കെ പൊതുരംഗത്ത് ഒരുപാട് വിഷയങ്ങളിൽ KCBയുമായി ബന്ധപ്പെടുന്നതാണ്. മഴക്കാലത്ത് അവർ നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളെ തള്ളിപ്പറയുകയല്ല, വില കുറച്ച് കാണുകയല്ല. ഒരു വിഷയം അവരുടെ മുന്നിലേക്ക് പറഞ്ഞാൽ പിന്നീട് നിരന്തരം പറഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകൂ എന്ന സിസ്റ്റം ഫെയിലുവർ. ആ സിസ്റ്റം ഫെയിലുവറിൻ്റെ രക്തസാക്ഷി കൂടിയായി മാറിയില്ലേ ഈ മിഥുൻ എന്ന് പറയുന്ന പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പ്രതീക്ഷയാകേണ്ടിയിരുന്ന ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന കുഞ്ഞുമകൻ. അപ്പോൾ അതുകൊണ്ട് KCB ഒരുപോലെ ഞങ്ങൾ പറയുന്നു, KCBയും സ്കൂൾ മാനേജ്മെൻറ്റും ഗുരുതരമായ അലംഭാവമാണ് ഈ വിഷയത്തിൽ കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാം പ്രതി
KSEBയും രണ്ടാം പ്രതി സ്കൂൾ മാനേജ്മെന്റും ആകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം നെഞ്ചുരുക്കുന്ന കാഴ്ചയും വാർത്തയുമാണ് അവിടെ തേവലക്കരയിൽ നിന്ന് വന്നത്. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോൾ ആ കുട്ടി അവിടെ കയറിയത് കൊണ്ടല്ലേ എന്ന് വർത്തമാനം പറയുന്ന, അത് കഴിഞ്ഞ് സൂംബ ഡാൻസ് കളിക്കുന്ന മന്ത്രിമാർ ഇങ്ങനെ ഇൻസെൻസിറ്റീവായി ഈ സംസ്ഥാനത്തോട് പ്രതികരിച്ചാൽ എത്ര മോശമായിരിക്കും അത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം.